ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഫേക്ക് ലോൺ ആപ്പിനെ കുറിച്ചാണ്. ഈ ഫേക്ക് ലോൺ ആപ്പിൻ്റെ ഭീഷണി പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ പറയുന്നുണ്ട്. ദയവായി ശ്രദ്ധിക്കുക. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, നമ്മുടെ ഒരു സെക്കൻഡറി ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ലോണിൻ്റെ, അതായത് നിങ്ങൾക്കിപ്പം ഈ ഒരുപാട് പേര് പല ബാങ്കിലും അന്വേഷിച്ചിട്ട് ലോൺ കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം മാക്സിമം നമ്മൾ എവിടെന്നെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് കാറുകൾ, അതായത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വെഞ്ചർ തന്നെയാണ് യൂസ്ഡ് കാർ ലോൺ, വളരെ ജെന്യുവനായിട്ടുള്ളതും അധികം കിലോമീറ്റർ ഓടാത്തതും എന്താ പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള കാസുകൾ അദ്ദേഹം സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ലോൺ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസും കാര്യങ്ങളുമെല്ലാം ഞാൻ ഈ ചാനലിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതായത് എന്ത് ഫിനാൻഷ്യൽ പ്രോഡക്റ്റിൻ്റെ ആവശ്യമായിട്ട് വന്നാലും നിങ്ങൾ ആ ചാനൽ വഴി ബന്ധപ്പെടുക. ഇനി നമ്മൾ ലോൺ കാര്യങ്ങളെല്ലാം ആ ചാനലായിരിക്കും ചെയ്യുന്നത്, അതായത് ലോൺ പ്രോസസ് ചെയ്യുന്ന ആ ചാനലിൽ നിന്നായിരിക്കും. അപ്പോൾ ആ ഒരു ചാനൽ കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നെ വിളിച്ചിട്ടുള്ള കാര്യമാണ്, സാർ എനിക്ക് ലോൺ ആപ്പിൽ നിന്ന് ഇങ്ങനെ ഇഷ്യൂ വരുന്നുണ്ടോ. അത് ഇങ്ങനെയല്ല പറഞ്ഞത്, വളരെ ഭയത്തോടുകൂടിയാണ് പറഞ്ഞത്. പെൺകുട്ടികളുമുണ്ട്, ആൺകുട്ടികൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോസ് അയച്ചു. എനിക്ക് എന്താ പറയുക, ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ നൈബേഴ്സിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും അതേപോലെ നമ്മുടെ ഒരു 10,000-ഓളം അല്ലെങ്കിൽ 10,000-ഓളം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും വെച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഈ ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഫേക്ക് ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുത്ത ആളാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 99% ഫേക്ക് ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് തിരിച്ച് അടയ്ക്കുകയാണെങ്കിൽ അവർ ശല്യപ്പെടുത്തുന്നില്ല. പക്ഷേ ഹ്യൂജ് ഇൻട്രസ്റ്റാണ് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടത്. ഇപ്പോൾ അവർ 5,000 രൂപ കാണിക്കും, നമുക്ക് ആകെ കിട്ടുന്നത് 2,000 രൂപ, തിരിച്ച് 7 ദിവസത്തിനാകുമ്പോൾ 5,000 രൂപ തിരിച്ചടയ്ക്കണം. അല്ലെങ്കിൽ 6ൻ്റെ അന്ന് വിളിച്ചിട്ട് എന്താ പറയുന്ന ഒരു ഹിന്ദിയിൽ നമ്മൾ എന്താ പറയുന്നത് ചിന്തിക്കാൻ പോലും സമയം തരില്ല, അവർ എടുത്ത ഉടനെ തരികയാണ് പറയുന്നത്. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് എന്താണ്, പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവർ കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ, നേപ്പാൾ, നൈജീരിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. ആ നമ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇവരെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുന്ന സമയത്ത് അത് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ അടയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അടയ്ക്കുക. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ ലോൺ അടയ്ക്കുകയാണെങ്കിൽ അവർ അധികം ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്നാണ് എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാനത് നിങ്ങളെ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഇവർ വാട്സപ്പിൽ നമ്മളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ആദ്യമേ മെസ്സേജ് അയക്കുന്നത് നമുക്കാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് നമ്മൾ ഓപ്പൺ ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരുടെ മെസ്സേജൊക്കെ കാണുകയാണെങ്കിൽ ഈ കാണുന്ന +92 ഇതെല്ലാം ഫേക്ക് ലോൺ ആപ്പിൻ്റെ മെസ്സേജാണ്. ഇത് ഇന്ത്യ ആണെങ്കിൽ 91 ആണ്, ഇത് പാകിസ്ഥാനിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 92 ആണ്. അവിടെ നിങ്ങൾ കാണാം. അതുപോലെ ഇങ്ങനെയുള്ള മെസ്സേജുകളോ എന്തെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കുകയാണെങ്കിൽ മുകളിൽ കണ്ടല്ലോ ഒരു മണി കൺട്രോളിൽ നിന്നൊരു മെസ്സേജ് വന്നാൽ എനിക്ക് കണ്ടല്ലോ 2 മെസ്സേജുകളുണ്ട്, ഞാൻ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആകാതെ നോക്കുക. ഓക്കെ. അപ്പോൾ അവർ നമ്മൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ അവർ, എനിക്ക് തോന്നുന്നത്, കൂടുതലും നമ്മളോട് പ്രതികരിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ നമ്മൾ ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടും ഒരു പ്രതികരണവും ഇല്ലെങ്കിൽ അവർ വീണ്ടും നമ്മുടെ കോൺടാക്ട്സിലേക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ നമ്മളത് മാക്സിമം ഓപ്പൺ ചെയ്യാതെ ഇരിക്കുക. പിന്നെ ട്രൂ കോളറിൽ മാക്സിമം ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ആ ഒരു പ്രൊഫൈൽ ലോഗോയിൽ പോകുമ്പോൾ ഇവിടെ താഴെ മാനേജ് ബ്ലോക്കിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മാനേജ് ബ്ലോക്കിങ്ങിൽ പിന്നെ നമുക്ക് ബേസിക് ഓപ്ഷനേ പറ്റുള്ളൂ, ബാക്കിയെല്ലാം പ്രീമിയം ആണ്. ഈ നമുക്ക് ഏതെല്ലാം കോൾ വരികയാണെങ്കിൽ നമ്മൾ എടുക്കാതിരിക്കരുത് എന്ന ഓപ്ഷൻ ഇവിടെ അഡ്വാൻസ് ബ്ലോക്കിങ്ങിലുണ്ട്. അതിൽ ഹിഡൻ നമ്പേഴ്സ്, ചില നമ്പേഴ്സ് ഇല്ലാതെ കോളിൽ വരുമല്ലോ, അത് ഹിഡൻ ആക്കിയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമ്മളത് ആൻസർ ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആകും. അത് ഓപ്ഷൻ ഇവിടെ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഓപ്ഷൻ പ്രസ് ചെയ്യുക. പിന്നെ നമ്പർ ഫ്രം ഫോറിൻ കൺട്രീസ്, ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനും ഇവിടെ ഞാൻ ബ്ലോക്ക് ഓപ്ഷൻ ചെയ്ത് വരികയാണ്. പിന്നെ താഴെ വരുന്ന നമ്പേഴ്സ് നോട്ട് ഇൻ ഫോൺ ബുക്ക്, അത് നമുക്ക് പറ്റില്ല. കാരണം ഫോൺ ബുക്കിൽ നിന്ന് പുറത്തുള്ള ഒരുപാട് നമ്പേഴ്സ് വെച്ച് ജോബിൻ്റെ കാര്യത്തിനായാലും വേറെ എന്തെങ്കിലും ആവശ്യത്തിനായാലും നമുക്ക് വരുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 140 സീരീസ് ടെലിമാർക്കറ്റേഴ്സ്, അത് നമുക്ക് പ്രീമിയം ഓപ്ഷനാണ്, അത് നമുക്ക് നോക്കണ്ട. പിന്നെ ഇനി ഇവിടെ നമ്പർ സീരീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കൺട്രി കോഡ് വെച്ച് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. അതായത് നിങ്ങൾക്ക് പാകിസ്ഥാൻ ആണെങ്കിൽ ഇവിടെ പാകിസ്ഥാൻ എടുക്കുക, ബ്ലോക്ക് ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമുക്ക്
നിങ്ങൾക്ക് 92 എന്ന് പറയുന്ന ആ ഒരു കോളുകൾ വരാറില്ല. അതേപോലെ നിങ്ങൾ എന്താ പറയുന്നത് നൈജീരിയ അതുപോലെ തന്നെ നേപ്പാൾ എന്നിവരുടെ കോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഇവിടെ നമ്പർ സീരീസ് നിങ്ങൾക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്യാം. നമ്പർ സ്റ്റാർട്സ് വിത്ത് അല്ലെങ്കിൽ നമ്പേഴ്സ് ദാറ്റ് കണ്ടെയ്ൻ കൊടുക്കണ്ട, സ്റ്റാർട്സ് വിത്ത് ആ ഒരു ഏതെങ്കിലും നമ്പർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ നമ്പർ കൊടുത്ത് എന്താ പറയുക ബ്ലോക്ക് ഓപ്ഷൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് കുറച്ചവരെ പ്രിവെൻറ്റ് ചെയ്യാം. ഫസ്റ്റിലെ ഈ ഒരു ഫേക്ക് ലോൺ ആപ്പുകാർ നമുക്ക് എന്തെങ്കിലും പിക്ചേഴ്സ് എന്തെങ്കിലും അയച്ചിട്ടുണ്ട്, നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മൊബൈലിൽ ആരെങ്കിലും ഈ ഒരു പിക്ചേഴ്സ് എന്തെങ്കിലും ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഫേക്ക് പിക്ചേഴ്സ് എഡിറ്റഡ് പിക്ചേഴ്സ് അയച്ചിട്ടുണ്ടെങ്കിൽ അവരോട് അത് റിപ്പോർട്ട് അടിക്കാൻ പറയുക. റിപ്പോർട്ട് അടിക്കുകയാണെങ്കിൽ പിന്നെ അറിയാമല്ലോ ഞങ്ങൾക്ക് വാട്സപ്പ് ആ ഒരു ഓപ്ഷൻ മീൻസ് ആ ഒരു നമ്പർ അവർ വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം നമുക്ക് പ്രയോജനം ചെയ്യും, കാരണം വാട്സപ്പ് ബ്ലോക്ക് ചെയ്യും, ആ റിപ്പോർട്ട് അടിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇൻ കേസ് ഇങ്ങനെ പിക്ചേഴ്സ് അയക്കുമ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളത് റിപ്പോർട്ട് അടിക്കുക, പിന്നെ ആ നമ്പറിൽ നിന്ന് അവർക്ക് അയക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേറെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫേക്ക് ലോൺ ആപ്പിൻ്റെ ആ ഒരു ഇഷ്യൂവിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നത് 1930 വിളിച്ച് സൈബർ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്യാം. അതൊക്കെ ഒരു പരിധിയുണ്ട്, കാരണം അവർക്ക് ഒരു ദിവസം 500, 600, 800, 1000 കംപ്ലയിൻ്റാണ് ഒരു സ്റ്റേഷനിൽ തന്നെ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു കേസ് ഈ ഒരു ഫേക്ക് ലോൺ ആപ്പ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ. അപ്പോൾ നിങ്ങളിതാരും പേടിക്കേണ്ട കാര്യമില്ല, ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെന്നല്ല കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫേക്ക് ലോൺ ആപ്പുകാർ തുക അടച്ചില്ലെങ്കിൽ കേസ് നമ്മളിപ്പോൾ തുക അടച്ചെങ്കിൽ പോലും ചില ആൾക്കാർ വിളിച്ചിട്ട് തുക കിട്ടിയില്ല വീണ്ടും അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്താറുണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള ഫേക്ക് ലോൺ ആപ്പിൽ പോയി ചാടാതിരിക്കുക, അതാണ് എനിക്ക് തരാനുള്ള ഒരു ഫസ്റ്റ് അഡ്വൈസ്. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ആരും പേടിക്കുകയോ അല്ലെങ്കിൽ ഭീതിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇപ്പോൾ എനിക്ക് നാട്ടുകാരെ നോക്കാൻ പറ്റില്ല, എനിക്ക് വീട്ടുകാരെ നോക്കാൻ പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. അത് നിങ്ങളുടെ ഫോട്ടോ അല്ല. അവർ പല രീതിയിലും പല സൈറ്റിൽ നിന്നും എടുത്തിട്ട് നമ്മുടെ ഹെഡ് എന്താ പറയുന്നത് എഡിറ്റ് ചെയ്ത് കയറ്റും. അത് അവരുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്, നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അവരൊരു സിസ്റ്റത്തിൻ്റെ അണ്ടറിലല്ല വർക്ക് ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു കൂട്ടം ഫ്രോഡ് പീപ്പിൾസ് എന്താ പറയുന്നത് പൈസ ഒപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഫ്രോഡ് പരിപാടിയാണ് ഇത്. എന്താ പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ട്രാപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പേഴ്സണൽ സപ്പോർട്ട് തരാം. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്, നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. എന്തുണ്ടെങ്കിലും ആ ഒരു വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മാക്സിമം വാട്സപ്പ് വഴി നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ലോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഏത് ലോൺ ആയിക്കോട്ടെ, ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, പേഴ്സണൽ ലോൺ, അതുപോലെ തന്നെ വാഹനങ്ങളുടെ ലോൺ, വാഹനങ്ങൾ, യൂസ്ഡ് കാർസ്, ഇതെല്ലാം നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് കൂടി നിങ്ങളൊന്ന് കാണുക. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലും ഉപകാരപ്രദമായ ഒരുപാട് കണ്ടൻറ്റ്സ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.